9 മണിക്ക് ജോലിക്ക് പോകാൻ 8:30 ഉറക്കം മണിക്കൂറുണ്ടോ എങ്കിൽ ഇത് നമ്മളെ വീഡിയോ ആണ്. ഇനി 6 മണിക്ക് കഴിക്കാൻ നോക്കും. 6 മണിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ 5 മണിക്ക് അലാറം വയ്ക്കും. അലാറം വെച്ചാലും ഞാൻ ഉറക്കം കഴിച്ചത് 8:30 മണിക്കാണ്. അവിടെ എൻ്റെ പഞ്ച്വാലിറ്റിയൊക്കെ പോയി. ഇനി 9 മണിക്ക് ജോലി സ്ഥലത്തെത്തി അവിടെ പഞ്ച്വാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിന് വേണ്ടിയിട്ട് ചായയും കുടിച്ച് പല്ലും തേച്ച് അല്ലെങ്കിലും ഇഷ്ടത്തോടെ ഗോതമ്പൂട്ടും ഉള്ളിക്കറിയും കഴിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കണോ കുളിക്കണ്ടേന്ന് തീരുമാനിക്കുക. സാധാരണ നമ്മൾ സമയം താമസിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടി ഒരു കാക്ക കുളി വിളിക്കും. ഇങ്ങനൊരു കുളിയും കുളിച്ചിട്ടാണ് ഇപ്പം വന്ന് തലമുടി കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. ഇതുകൊണ്ട് ഇടത്തോട്ട് തിരിച്ചാലും വലത്തോട്ട് തിരിച്ചാലും ചീപ്പ് കൊണ്ട് ഇനി വലത്തോട്ട് തിരിച്ചാലും ഇടത്തോട്ട് തിരിച്ചാലും എത്ര വൃത്തിക്ക് കോരിയാലും അവസാനം പൊളിഞ്ഞു വീഴാറായ കാക്കക്കൂടുകണ കാക്കിയാലേ എനിക്ക് സമാധാനം. അതിനായിട്ട് ഇന്ന കോസ്റ്റ്യൂമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള ഷർട്ടിടും, എനിക്കിഷ്ടമുള്ള പാൻ്റ് ഇടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ ചാർജറാണ്. എപ്പോഴും ഫോണിൽ കളിക്കുന്നതുകൊണ്ടും ചാർജ് തീർന്നു പോയാലോ എന്ന് വിചാരിച്ച് ചാർജറും കൊണ്ടാണ് പോണത്. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 8:45 ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു സ്ഥലത്തോട്ട് എത്താനുള്ള ഓട്ടമാണ്. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ താമസിച്ചു പോവോ എന്നൊരു ടെൻഷൻ എനിക്കില്ല. സ്ഥിരം പഞ്ച്വാലിറ്റിയിൽ പോണ ഒരാളല്ല ഞാൻ. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പഞ്ച്വലാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയാൽ കൃത്യസമയത്ത് എത്തുമോ, വേറെ ഇടയ്ക്ക് എന്തെങ്കിലും പണി വരുമോ, അങ്ങനെയൊക്കെ 100 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പോണത്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റുള്ള യാത്രയുള്ളെങ്കിലും ഞാൻ ഇടയ്ക്കൊന്ന് സമയം എടുത്ത് നോക്കി. 8:50 ആയുള്ളൂ. 8:50 ആയുള്ളൂ എന്ന് പറഞ്ഞാൽ സാവധാനം ചെന്നതാണ്. അവിടെ എത്തിയപ്പം 9:10 അവിടെ എനിക്ക് പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. പഞ്ച്വാലിറ്റി ഒരിക്കലും ഈസി അല്ല, പക്ഷേ ട്രൈ ചെയ്താൽ വളരെ സിമ്പിളുമാണ്. കാണാൻ ഭംഗിയുള്ള ആ പൂവ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. 9 മണിക്ക് പോകാൻ 8:30 കഴിക്കാനുള്ള പഞ്ച്വാലിറ്റി കാണിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ.